ഭാര്യാസംബന്ധമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ ആ യോഗം കാരണമാണ്. അപ്പോൾ പല യോഗങ്ങളും അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഗുണം ചെയ്യുന്നു. ശനി ബുധനുമായി യോഗം ചെയ്തു കഴിഞ്ഞാൽ ബുധൻ ഒരു ആ ശനി ഒരു ഡബിൾ ശനിയുടെ ഫലം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. നിപുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കൻ എന്നാണല്ലോ അർത്ഥം. അത് എല്ലാ മേഖലയിലും ആ മിടുക്ക് കാണിക്കും എന്നാണ് അർത്ഥം. ജെയിംസ് പോൾ സർ, ഈ ദ്വിഗ്രഹ യോഗ ദോഷങ്ങൾ, അത് ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് ഒരു ജാതകനെ ബാധിക്കുന്നത്? അല്ല, ഈ ദിഗ്രഹ യോഗങ്ങൾ കൊണ്ട് ദോഷങ്ങളല്ല, ദിഗ്രഹ യോഗ ഗുണങ്ങളുമുണ്ട്. ഗുണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സാധാരണഗതിയിലെ ഈ ഒരു ഗ്രഹം ലഗ്നഭാവത്തിൽ നിൽക്കുന്ന അതേ ഗുണം തന്നെ സമാനമായ ഗുണങ്ങൾ ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്നാലും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചന്ദ്രലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ചന്ദ്രലഗ്നം എന്ന് പറയുന്നത്. അവിടെ വ്യാഴവും കൂടെ ഉണ്ടെങ്കിൽ അത് കേസരി യോഗമാണ്. കേട്ടിട്ടുണ്ടോ കേസരി യോഗം? ഗജകേസരി യോഗം എന്ന് പറയുന്നതും കേസരി യോഗം എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അവർ ചെറിയ വ്യത്യാസമുള്ളത് മാത്രമേ ഉള്ളൂ, പറച്ചലിലേ ഉള്ളൂ, ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ചന്ദ്രനോടൊപ്പം വ്യാഴം നിൽക്കുന്നതും ചന്ദ്രകേന്ദ്രങ്ങളിൽ വ്യാഴം നിൽക്കുന്നതുമാണ് കേസരി യോഗം. അത് ശത്രുനാശം പോലെ ആയുസ്സിന് നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണഫലങ്ങളാണ് അതുമൂലം പറയുന്നത്. അതുമാതിരി തന്നെ ചന്ദ്രകേന്ദ്രങ്ങളിൽ ചന്ദ്രനോടൊപ്പമോ ചന്ദ്രന്റെ കേന്ദ്രങ്ങളിലോ ശുക്രൻ നിൽക്കുവാണ് എങ്കിൽ അതിന് ശരഭയോഗം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഭാര്യാസംബന്ധമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ ആ യോഗം കാരണമാണ്. അപ്പോൾ പല യോഗങ്ങളും അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവേ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിഗ്രഹ യോഗങ്ങളുടെ ദോഷം ചെയ്യുന്ന ദിഗ്രഹ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും എനിക്ക് ഓർമ്മ വരുന്നത് ശനി ആണല്ലോ ഒരു പൊതുവെ ജാതകത്തിലെ ഏറ്റവും ശല്യക്കാരനായി പറയുന്നത്. അപ്പം ശനി ബുധനുമായി യോഗം ചെയ്തു കഴിഞ്ഞാൽ ബുധൻ ഒരു ആ ശനി ഒരു ഡബിൾ ശനിയുടെ ഫലം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നും പൂർണ്ണമായും ശരിയൊന്നുമില്ല. അപ്പൊ ഇതുപോലുള്ള യോഗങ്ങളിൽ നമുക്ക് പരിഹാരം ആയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഏത് ഗ്രഹമാണോ അതിന് അനിഷ്ടം ചെയ്യുന്നത്, ഇപ്പോൾ ബുധനോട് ശനി ആണ് ചേരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബുധൻ്റെ ഗുണങ്ങളെ അത് നശിപ്പിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ട് തരത്തിൽ ഈ പറഞ്ഞ ശനിക്ക് പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ദോഷം മാറും എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ, അതായത് ഗ്രഹദോഷങ്ങളിൽ നമുക്ക് ഏറ്റവും കഠിനമായിട്ടുള്ളൊരു, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ദോഷം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ശനി, മുമ്പ് പറഞ്ഞ ശനി അതാണ്. അപ്പൊ അങ്ങനെ ഇപ്പം പൊതുവില് ശനി ശല്യക്കാരനാന്ന് സാറ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള അതെ അതെ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് അതിന് ഒത്തിരി പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഒന്നാണ് ശബരിമലയ്ക്ക് പോവുക, ശാസ്താവ് അല്ലെങ്കിൽ മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ പോവുക. അപ്പോൾ ഇനിയിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെയല്ല, പ്രായത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് പോകുന്നതിന്. അപ്പോൾ തൊട്ടടുത്ത അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്ന ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ പോകാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. പിന്നെ കറുത്ത വസ്ത്രം ധരിക്കുക. ശനിയുടെ നിറം കറുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കറുത്ത വസ്ത്രം ധരിക്കുക. ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക. അങ്ങനെ പിന്നെ മറ്റൊന്ന് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ശനിയും ബുധനും നപുംസഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റക്കാതിൽ കമ്മലിടുക. അപ്പോൾ ആണും പെണ്ണും കേട്ടവരെ ശനി ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വർഗസ്നേഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ശനിയുടെ അപ്പോൾ ഏത് ഗ്രഹത്തിനോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ പാപഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളോടൊപ്പം ചേരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ദോഷം ആ ശുഭഗ്രഹം ചെയ്യേണ്ട ഗുണങ്ങൾ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു യോഗമാണ് ബുധനും ആദിത്യനും ചേരുന്നത്. അവിടെ ദോഷം അല്ലാട്ടോ പറയുന്നത്, ഗുണമാണ്. ആദിത്യനും ബുധനും ചേരുന്നതാണ് നിപുണയോഗം.
അതായത് പഠനത്തിലുള്ളത്. നിപുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കൻ എന്നാണല്ലോ അർത്ഥം. അതെ, അതെ. അത് എല്ലാ മേഖലയിലും ആ മിടുക്ക് കാണിക്കും എന്നാണ് അർത്ഥം. മിക്കവാറും ഈ പറയുന്ന രീതിയിൽ എൻ്റെ ആശാന് അപ്പുകുട്ടൻ മാഷ് പറഞ്ഞു തന്നിരിക്കുന്നത്, പണ്ടൊക്കെ ജാതകമൊക്കെ എഴുതുമ്പോൾ ഇത് മറക്കാതെ തന്നെ പ്രത്യേകം എഴുതി ചേർക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ വായിച്ച് കേൾപ്പിക്കുമ്പോൾ യോഗങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അതൊരു മോശമുള്ളൂ എന്ന് വിചാരിച്ച്. അതെ, അതെ. ഇപ്പൊ നമ്മള് ദോഷങ്ങളെ പറ്റി പറഞ്ഞു ഇതുപോലെ. അപ്പം നമുക്ക് ഇപ്പം സാർ ഒരു ഗുണത്തെ പറ്റിയും പറഞ്ഞു. അതുപോലെ ഇനി മറ്റു ഗുണങ്ങൾ ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ ചേർന്ന് നിന്നാലുള്ളത്? പിന്നെ ഈ യോഗങ്ങൾ പറയുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളുടെ കാര്യം ആണ് പിന്നെ പറയുന്നത്. പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടായിരുന്നു ശ്രീരാമന് എന്നാണ് പറയുന്നത്. അതിന്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്? ലഗ്നത്തിലോ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചനായിട്ടോ ഗ്രഹം കേന്ദ്രങ്ങളിൽ നിൽക്കുവാണ് എങ്കിൽ അത് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പെടും എന്നാണ് പറയുന്നത്. അതിനകത്ത് 5 പഞ്ചമഹാപുരുഷ യോഗങ്ങളാണ് ഉള്ളത്. പഞ്ചമഹാ യോഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 9 ഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. രാഹുവിനെയും കേതുവിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ സപ്തഗ്രഹങ്ങൾ, ആദിത്യനെയും ചന്ദ്രനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഞ്ചഗ്രഹങ്ങൾ. അപ്പോൾ പഞ്ചഗ്രഹങ്ങളും ഉച്ചനായിരിക്കുമ്പോൾ ശ്രീരാമൻ ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് പറയുമ്പോൾ രുചകയോഗം, ബുധനെ കൊണ്ട് പറയുമ്പോൾ ഭദ്രയോഗം, വ്യാഴത്തെ കൊണ്ട് പറയുമ്പോൾ ഹംസയോഗം, ശുക്രനെ കൊണ്ട് പറയുമ്പോൾ മാളവിയോഗം, ശനിയെ കൊണ്ട് പറയുമ്പോൾ സസമഹായോഗം. ഈ 5 യോഗങ്ങളാണ് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. ഈ യോഗങ്ങളെല്ലാം ഒരാൾക്ക് തന്നെ ശ്രീരാമനും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടാവില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ ഉച്ചനാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ബുധൻ നീചനായിരിക്കും. ഈ കാലത്ത് അങ്ങനെയാണ്. ഒരു സമയത്ത് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളെ പറ്റിയുള്ള വലിയ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് പറഞ്ഞിരിക്കുന്നു. ചിലർ പറഞ്ഞു ആ കാലഘട്ടത്തിൽ, എൻ്റെ ആശാൻ അപ്പുകുട്ടൻ മാഷൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ ഏതായാലും ഇല്ല. ഈ രുചകയോഗമാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ രുചകയോഗത്തിന് ഫലം ഈ പറഞ്ഞ പട്ടാളത്തിൽ ജോലി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ പട്ടാളത്തിൽ ജോലിയുള്ള ശശമഹായോഗമാണ് എങ്കിൽ കാക്കിയിടാനുള്ള സാധ്യതയാണുള്ളത്. പോലീസിലൊക്കെ കാക്കിയിടുന്നത് പോലീസായാലും എക്സൈസ് ആയാലും കാക്കിയല്ലേ. അപ്പം അത്തരം ജോലികൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ നീതിന്യായ സംവിധാനങ്ങളുമായിട്ടുള്ള വലിയ ജോലികൾ അവർക്കൊക്കെ അത് നീതിന്യായ സംവിധാനങ്ങളുടെ ഒരു നടത്തിപ്പ് ഈ മറ്റേ ശശമഹായോഗത്തിൻ്റെ ഒരു ഫലമാണ്. അതിലെ ബലം, ആ യോഗത്തിൻ്റെ ബലം പോലെ ഇരിക്കും അതിൻ്റെ പൊസിഷൻ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.